എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 14, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 16 ഗ്രാം ഓക്സിജൻ, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും, നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 3, അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം MgO, 6A സോഡിയം, B ഹൈഡ്രജൻ, 7 4F, B 6, എട്ടാമത്തെ ചോദ്യത്തിൻ്റെ എ പാർട്ട് ഉത്തരം 5 ലിറ്റർ, B വിപരീതാനുപാതം, ഒമ്പതാമത്തെ ചോദ്യം എ ഗ്രൂപ്പ് 1, B X2O, പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തേതാണ്, അതായത് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന ഡി സബ്ഷെല്ലിന് ഊർജം കൂടുതലാണ്. 11A 1s2 2s2 2p6 3s2, B പി ബ്ലോക്ക്, C 7. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം x/2, B 30 ലിറ്റർ, C അവഗാഡ്രോ നിയമം. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബീക്കർ എ ആദേശ രാസപ്രവർത്തനം, B Mg gives Mg2++ 2 ഇലക്ട്രോൺ. 14ാമത്തെ ചോദ്യം എ 16, B 5 × അവഗാഡ്രോ നമ്പർ, C 20 ഗ്രാം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം B C E. 16 22.4 ലിറ്റർ, B 4 മോൾ, 4 അവഗാഡ്രോ നമ്പർ, അടുത്തത് 64 ഗ്രാം. 17ാമത്തെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. ബി ആൻസർ സിങ്ക്, സി രാസോർജം വൈദ്യുതോർജമാകുന്നു. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ 28, B 3D, C പീരിയഡ് നമ്പർ 4, ഗ്രൂപ്പ് നമ്പർ 10. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ x = 400, y = 900, B ചാൾസ് നിയമം, C 1. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ I = +4, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം +3, B 1s2 2s2 2p6 3s2 3p6 3d3, C ആൻസർ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമുള്ളതുകൊണ്ട് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 14. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ 16 ഗ്രാം ഓക്സിജൻ. തേർഡ് ആൻസർ ദി എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ഹൈ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 3. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഗ്നീഷ്യം ഓക്സൈഡ്. 6A സോഡിയം, B ഹൈഡ്രജൻ, 7A 4F, B 6, 8A 5 ലിറ്റർ, B ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, 9 ഗ്രൂപ്പ് 1 X2O. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ ഷോസ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി. രണ്ടാമത്തേതാണ് ശരിയായ പ്രസ്താവന. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ 1s2 2s2 2p6 3s2, B പി ബ്ലോക്ക്, C 7. 12 എ x/2, B 30 ലിറ്റർ, C അവഗാഡ്രോസ് ലോ. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ബീക്കർ എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, B Mg gives Mg2++ 2 ഇലക്ട്രോൺ. 14ാമത്തെ ചോദ്യം എ 16, B 5 അവഗാഡ്രോ നമ്പർ, C 20 ഗ്രാം. 15 B C E. 16 22.4 ലിറ്റർ, B 1 4 മോൾ, 2 4 Na, 3 64 ഗ്രാം. 17A ഇതുപോലുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. 17B സിങ്ക്, C കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. 18A 28, B 3D,
സി പീരിയഡ് നമ്പർ ഈക്വൽ ടു 4, ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു 10. 19. എ എക്സ് ഈക്വൽ ടു 400, വൈ ഈക്വൽ ടു 900. ബി ചാൾസ് ലോ. സി ഫസ്റ്റ് ആൻസറാണ് ശരിയായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം. ഒന്നാമത്തത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, രണ്ടാമത്തത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബി 1s2, 2s2, 2p6, 3s2, 3p6, 3d3. Answer. There is only small energy difference between the outermost s subshell and the penultimate d subshell of transition element. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.